കാട്ടാനക്കലയിൽ നിന്ന് രക്ഷപ്പെടാൻ ആറളം ഫാമിലുള്ളവർ സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾക്ക് കണക്കില്ല. സ്വന്തമായി വീടുണ്ടായിട്ടും അകത്ത് കിടന്നുറങ്ങാൻ കഴിയാതെ ടെറസിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് 13-ാം ബ്ലോക്കിലെ ലക്ഷ്മിയും മകൾ അഞ്ജുവും പേരക്കുട്ടി അതുല്യ സന്തോഷം. അവരുടെ ഒരു ദിവസത്തെ ദുരിത ജീവിതം അതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ പിള്ളേരോട് പറഞ്ഞു ഒറ്റയെടുക്കണ്ട, വായൻ്റെ അടുത്ത് ആനയാണ്. എവിടെ പാട്ടി അറിഞ്ഞാലും എനിക്ക് പേടി. പാട്ടി അടിച്ചാലും കണക്കാ, അടിച്ചില്ലെങ്കിലും കണക്കാ. അവരെ കൊന്നിട്ടില്ലേ, അവിടെ തന്നെ ഉണ്ടാവും ആന. അങ്ങ് നോക്കി ഇങ്ങ് വരും, എന്നിട്ട് അവിടെ നിൽക്കും. എല്ലാം എണ്ണം കൊടുക്കും. നമ്മളാരെങ്കിലും അണ്ടി പറക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ആനേനെ കാണുമല്ലോ, ആനയ്ക്ക് ഞമ്മടെ കാണാം. ആന വരുമ്പോഴത്തേന് പെട്ടെന്ന് പണിയൊക്കെ തീർക്കണമെന്ന്. വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പേടിയാ. എനിക്ക് പേടിയാണേ വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ. പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതുമായ അടിസ്ഥാന രേഖയാണ് ഭരണഘടന. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ഏകോപനവും ഉറപ്പും അനുവദിക്കുന്നു. ഒരു കൂട്ടം അടിസ്ഥാന നിയമങ്ങൾ നൽകുന്നു. എരിവ് കൂടുതലാണോ? അല്ല, ഇതിലെ വരും. ഇതൊക്കെ അവരുടെ കയ്യാ. അവിടുന്ന് തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും. ഇവിടെ ആന വന്നിരുന്നോ? ചുറ്റും എന്തിനാ ഇങ്ങനെ ടോർച്ച് അടിക്കുന്നത്? അത് ഞാനുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഐ വീട് കാണുന്നില്ല. ഐ വീടിന് ടെറസിലാണിപ്പോ മറ്റേ സോളാറുണ്ട് അതിന്റെ മുകളിൽ. അതിന്റെ മുകളിൽ ആനനെ പേടിച്ചിട്ടാണ് വേറെ നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനെ കുറെ മറ്റേ അവസ്ഥ ഞമ്മക്കുണ്ട്. ഇപ്പൊ കൂട്ടിയിരിക്കാനുള്ള വീട് കൂട്ടിട്ടാണുള്ളത്. വിളിച്ചു നോക്കടാ. ഇവിടെ ആരുമില്ലേ? നമ്മൾ മുകളിലുള്ള ഞങ്ങളൊന്ന് കയറിക്കോട്ടെ അങ്ങോട്ട്. ഒരു രാത്രി മുഴുവൻ ഇവിടെ താമസിക്കോ? ഇവിടെ താമസിക്കും. ആനയെ പേടിച്ചോ? ആനയെ പേടിച്ചിട്ട്. ശരിക്കും ഞാനിതിൽ കയറാൻ ബുദ്ധിമുട്ടി. സാധാരണ നിങ്ങളിപ്പോ എത്ര തവണ കയറുന്നുണ്ട് ഒരു ദിവസം? നമ്മൾ 3-4 തവണ കയറുന്നുണ്ട്. ചോറും എടുത്തും കയറും, വെള്ളം എടുത്തും കയറും. ഞാനും അമ്മയും സീരിയലൊക്കെ കണ്ട് പതുക്കെ കയറും. അന്നേരത്തിന് ഇവള് കയറാൻ തുടങ്ങും. കയറി അവിടുന്ന് എവിടുന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്, വേഗം പാന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കും. അന്നേരത്തിന് TV ഓഫാക്കിയിട്ട് നമ്മളും കയറും അവളെ പുറകെ. പിന്നെ ടോർച്ച് അടിക്കാനായിരിക്കും, ഭയങ്കര ടോർച്ച് അടിക്കും. അപ്പുറത്തിപ്പുറത്തെല്ലാം ടോർച്ച് അടിക്കും. അന്നേരത്തിന് കൂടുതൽ പേടിയാവും. നമ്മൾ 3 എണ്ണം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇടക്ക് അമ്മയമ്മ ഇറങ്ങിപ്പോയി. ഞാൻ നേരം വെളുക്കുന്നതായിട്ട് നോക്കിയിരിക്കും. 4 മണി വരെയൊക്കെ നോക്കിയിരിക്കും. പിന്നെ അവരെ എണീക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. ഇടയ്ക്ക് സ്കൂളിൽ പോകാനൊക്കെ ലേറ്റ് ആയിപ്പോവും. 4 മണിക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എനിക്ക് പിന്നെ പഠിക്കാൻ പോകാനൊന്നും പറ്റില്ല. വണ്ടിയൊക്കെ വിട്ടുപോകും. എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഇത്ര ദിവസം ഞാൻ 7 മണിക്കൊക്കെ കടയിൽ പോകും. ഇവിടെ താഴത്തെ മനോജിന്റെ കടയിൽ പോകും. 7 മണിക്കൊക്കെ ഞാൻ പോകും. 6 മണിക്ക് പോകും. ഇപ്പൊ എനിക്ക് ധൈര്യമില്ല. നിങ്ങളെ പോലെ ഈ ടെറസിൽ കഴിയുന്ന ആൾക്കാരുണ്ടോ? വേറെയുണ്ടോ? കുറേ ആളുണ്ട് അങ്ങനെ. അവിടെ തോടരി ഒരു വീടുണ്ട്, അവര് പാർക്കിന്റെ മണ്ടൊക്കെ നിൽക്കുന്നു. പിന്നെ അങ്ങുണ്ട് വീട്, അവരും പാർക്കിന്റെ മണ്ടൊക്കെ നിൽക്കുന്നു. അവര് പിള്ളേരൊക്കെ കൂട്ടിയാ നിൽക്കുന്നു. ഈ തണുപ്പ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാ ഇവിടെ കഴിയുന്നത്? തണുപ്പുണ്ട്. തണുപ്പ് എങ്ങനെ സഹിക്കാം നമുക്ക്? ആനയും സഹിക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ എത്ര മണിക്കാ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും? നമ്മ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, രാവിലെ മാത്രം. വെളിച്ചം വരണം. പകൽ വെളിച്ചം നല്ലോണം. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്തായി പോയൊരു വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ആനനെ കൊണ്ട് ശല്യമുള്ളപ്പോൾ ഞാൻ പറയും എനിക്ക് നാട് മടത്തെന്നൊക്കെ പറയും. പക്ഷെ പോകാനും തോന്നുന്നില്ല. നമ്മളോട് പറഞ്ഞായിരുന്നു അങ്ങനെ ആന വരാൻ നിങ്ങൾ കല്ല് വാരി വെച്ചിട്ട് എറിഞ്ഞു വന്നു. നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. സ്ഥലം കിട്ടി അന്ന് മുതൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഏതായാലും ഇവിടെ മോളൊക്കെ പഠിച്ച് നല്ല ഉഷാറാട്ടെ.
നമുക്ക് ഇവിടുന്നൊക്കെ മാറി താമസിക്കാമല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടോ ശരിക്കും ഇവിടുന്ന് മാറിപ്പോണെന്നൊക്കെ ഇല്ല, തോന്നുന്നുണ്ടോ? ഇവിടെ ആയി. ആനയോട് ദേഷ്യമില്ല. ആനയോട് ദേഷ്യമില്ല.